2026 ജനുവരി 3-ന് അമേരിക്ക വെനിസ്വേലയെ ആക്രമിച്ച് പ്രസിഡന്റ് മഡുറോയെ ബന്ദിയാക്കുന്നത് ലോകം മുഴുവൻ ആകാംക്ഷയോടെയാണ് കണ്ടത്. എന്നാൽ കാരക്കസിലെ പുകയടങ്ങും മുമ്പ് വൈറ്റ് ഹൗസ് തങ്ങളുടെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചു. ഇത്തവണ അവരുടെ കണ്ണ് വീണ്ടും തെക്കോട്ടേക്കല്ല, പകരം വടക്കോട്ടാണ്. വെറും 48 മണിക്കൂറിൽ അമേരിക്കയുടെ ശ്രദ്ധ 3000 മൈൽ അകലെയുള്ള ഗ്രീൻലൻഡിലേക്ക് തിരിഞ്ഞു. ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണമെന്ന്, അത് അത്യാവശ്യമാണെന്നുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് വഴിവെച്ചു. അമേരിക്ക ശരിക്കും തങ്ങളുടെ തന്നെ ഒരു സഖ്യകക്ഷിയെ ആക്രമിക്കുന്നു. ആർട്ടിക് മുതൽ കരീബിയൻ ദ്വീപുകൾ വരെ നീളുന്ന ഈ പുതിയ രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ചും ഗ്രീൻലൻഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞുപാളികൾ നിറഞ്ഞ ഈ വലിയ ദ്വീപിനെ അമേരിക്ക തങ്ങളുടെ വരിയിലാക്കാൻ എന്തുകൊണ്ട് ഇത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നറിയാൻ നമുക്ക് ഭൂപടത്തിലേക്ക് ഒന്ന് നോക്കാം. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കൂറ്റൻ വിമാനവാഹിനി കപ്പൽ പോലെയാണ് ഗ്രീൻലൻഡിന്റെ സ്ഥാനം. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കുള്ള കവാടം, GIUK ക്യാമ്പ്. റഷ്യൻ നാവികപ്പടയ്ക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കാനുള്ള ഏക വഴി ഗ്രീൻലൻഡ്, ഐസ്ലാൻഡ്, UK എന്നിവയ്ക്കിടയിലുള്ള ഭാഗമാണ്. ഇത് നിയന്ത്രിക്കുന്നവർക്ക് പാശ്ചാത്യ രാജ്യത്തിലേക്കുള്ള കടൽമാർഗത്തിന്റെ താക്കോൽ ലഭിക്കുന്നു എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തത് മിസൈൽ പ്രതിരോധം, ഗോൾഡൻ ഡോം. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ വടക്കൻ ധ്രുവം വഴി വരുന്ന അതിവേഗ മിസൈലുകളെ തകർക്കാനുള്ള അമേരിക്കയുടെ പിറ്റുഫിക് സ്പേസ് ബേസ് ഗ്രീൻലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക് മഞ്ഞുരുകുന്നതോടെ പുതിയ വ്യാപാര പാതകൾ തുറക്കുന്നതാണ് മറ്റൊന്ന്. ആർട്ടിക്കിലെ മഞ്ഞുരുകുന്നതോടെ പുതിയ കപ്പൽ ചാലുകൾ രൂപപ്പെടുകയാണ്. ഇത് ആഗോള വ്യാപാരത്തിന്റെ വേഗത കൂട്ടും. ഈ പുതിയ കപ്പൽ വഴികളുടെയും കേന്ദ്രബിന്ദു ഗ്രീൻലൻഡ് ആണ്. പതിറ്റാണ്ടുകളോളം എണ്ണയായിരുന്നു അഥവാ പെട്രോളിയമായിരുന്നു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവം. എന്നാൽ 2006-ൽ അത് മാറി. റെയർ എർത്ത് മിനറൽസ് എന്നറിയപ്പെടുന്ന 17 മൂലകങ്ങളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. നിലവിൽ ഈ മൂലകങ്ങളുടെ 90% കൈയാളുന്നത് ചൈനയാണ്. 2025-ൽ ചിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിന് പകരം വീട്ടാനെന്നോണം ചൈന ഈ മൂലകങ്ങളുടെ കയറ്റുമതി തടഞ്ഞു. ഇത് ലോകത്തെ കാർ നിർമ്മാണ മേഖലയെയും പ്രതിരോധ മേഖലയെയും കുറച്ചൊന്നുമല്ല തളർത്തിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഗ്രീൻലൻഡിന്റെ മേലുള്ള ആധിപത്യം വേണമെന്നുള്ളത് അവരുടെ വെറും താല്പര്യമല്ല, മറിച്ച് നിലനിൽപ്പിന് തന്നെ പ്രശ്നം. ഇത്തരം റെയർ എർത്ത് മിനറൽസ് ഖനനം ചെയ്തെടുക്കുന്ന 2 വമ്പൻ ഖനികളാണ് ഗ്രീൻലൻഡിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം 15 ലക്ഷം മെട്രിക് ടൺ റെയർ എർത്ത് ശേഖരം ഗ്രീൻലൻഡിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 2 ഖനികളാണ് ലോകശ്രദ്ധ ആകർഷിക്കുന്നത്. ടാൻബ്രീസ് പദ്ധതി. അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ഈ ഖനിയിലാണ്. 2025-ൽ അമേരിക്കയുടെ എക്സിം ബാങ്ക് $120 ദശലക്ഷം ഇതിനായി നിക്ഷേപിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്ക വിദേശത്തുള്ള ഒരു ഖനന പദ്ധതിയിൽ ഇത്ര വലിയ പങ്കാളിത്തം വഹിക്കുന്നത്. അതിന്റെ പ്രത്യേകതയോ ലോകത്തിലെ ഏറ്റവും വലിയ മൂലക ശേഖരത്തിൽ ഒന്നാണ്. ടെസ്ല കാറുകൾ മുതൽ ആപ്പിൾ ചിപ്പുകൾ വരെ നിർമ്മിക്കാൻ ആവശ്യമായ കാന്തിക ലോഹങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. മാത്രവുമല്ല, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ കുറവായതിനാൽ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. ക്വാനഫെൽഡ് ഖനിയാണ് രണ്ടാമത്. ഇത് ടാൻബ്രീസിനേക്കാൾ വലിയ ശേഖരമാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ കളികളുണ്ട്. നേരത്തെ ചൈനീസ് കമ്പനികൾ ഇതിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിലും യുറേനിയം ഖനനവുമായി ബന്ധപ്പെട്ട് ഭീതി കാരണം ഗ്രീൻലൻഡ് സർക്കാർ ഇത് തടഞ്ഞു. ഇപ്പോൾ ഡെൻമാർക്കിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ഖനി അമേരിക്കയുടെയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയോ നിയന്ത്രണത്തിലാക്കാനാണ് US ശ്രമിക്കുന്നത്. ഇതിലൂടെ ആർട്ടിക് മേഖലയിൽ നിന്നും ചൈനയെ പൂർണ്ണമായും പുറന്തള്ളുക എന്നാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഗ്രീൻലാൻഡിലെ ഈ മഞ്ഞുപാളികളിൽ താല്പര്യമുള്ളത് പെന്റഗണിന് അഥവാ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന് മാത്രമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായ ജെഫ് ബെസോസ്, ബിൽ ഗേറ്റ്സ്, മൈക്കൽ ബ്ലൂംബർഗ് എന്നിവർ ചേർന്ന് കൊബോൾഡ് മെറ്റൽസ് എന്ന സ്റ്റാർട്ടപ്പിൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ആർട്ടിക് മഞ്ഞുരുകുമ്പോൾ അതിനിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന വിഭവങ്ങൾ കൃത്യമായി കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിക്കുകയാണ് ഈ കമ്പനികൾ ചെയ്യുന്നത്. ഭാവിയിലെ റോബോട്ടിക്സ് മേഖലയ്ക്കും വമ്പൻ ഡേറ്റാ സെന്ററുകൾക്കും അത്യാവശ്യമായ മൂലകങ്ങൾ ഗ്രീൻലൻഡിന്റെ മണ്ണിലുണ്ടെന്ന് ഈ ടെക് ഭീമന്മാർക്ക് നന്നായിട്ട് അറിയാം. ചുരുക്കത്തിൽ അമേരിക്ക ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ അത് സൈനികമായ നേട്ടം മാത്രമല്ല, അടുത്ത ഒരു നൂറ്റാണ്ടിലേക്ക് അമേരിക്കൻ ടെക് കമ്പനികളുടെ ആധിപത്യം ഉറപ്പിക്കുക കൂടിയായിരിക്കും ചെയ്യുക. ഇവിടെയാണ് പുതിയ കാലത്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രസക്തമാകുന്നത്. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടൽ പഴയ കാലത്തെ കറുത്ത പൊന്നായ എണ്ണയ്ക്ക് അഥവാ പെട്രോളിയത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഗ്രീൻലാൻഡിലേക്കുള്ള നീക്കം ഭാവിയിലെ ഇന്ധനമായ അപൂർവ ലോഹങ്ങൾ അഥവാ റെയർ എർത്ത് മിനറൽസിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. ചൈനയിലെ ഖനികളെ അപേക്ഷിച്ച് ഗ്രീൻലാൻഡിൽ നിന്നും ഈ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് വളരെ ചിലവേറിയതും പരിസ്ഥിതിക്ക് ദോഷകരവുമാണ്. എന്നാൽ ഇവിടെ അമേരിക്കൻ വാദം എന്താണെന്ന് കേൾക്കുക. ചൈനയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ എന്തു വില കൊടുത്തും നമ്മൾ ഈ വിഭവങ്ങൾ സ്വന്തമാക്കണം എന്നാണ് അമേരിക്കയുടെ വാദം. മറിച്ച് യൂറോപ്പിന്റെ വാദം മറ്റൊന്നാണ്. ഇത് വെറും വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമല്ല, ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ മണ്ണ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കമാണ്. 2026 ജനുവരി 20 അമേരിക്ക ഈ വിഷയത്തെ വ്യാപാര മേഖലയുമായി കൂടി ബന്ധിപ്പിച്ചു.
ഗ്രീൻലൻഡിലെ വിഭവങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടു നൽകുകയോ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടം അംഗീകരിക്കുകയോ ചെയ്തില്ല എങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ഏർപ്പെടുത്തണമെന്ന കർശന നിലപാടിലാണ് അമേരിക്ക. ഇവിടെയാണ് വെനിസ്വേലയ്ക്കും ഗ്രീൻലൻഡിനും മേൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം അല്ലെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ചരിത്രകാരന്മാർ ഇതിനെ ഡോൺറോ ഡോക്ട്രിൻ എന്ന് വിളിക്കുന്നു. പഴയ മൺറോ ഡോക്ട്രിൻ എന്ന അമേരിക്കൻ നയത്തിന്റെ പുതിയ രൂപം. ഇതിലൂടെ ചില പ്രത്യേക താല്പര്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. ഈ മേഖലയിലെ അധികാരമാണ് ഒന്ന്. ഇത് ഞങ്ങളുടെ പ്രദേശം എന്ന് വ്യക്തമായ സന്ദേശമാണ് 2026 തുടക്കത്തിൽ അമേരിക്ക നൽകുന്നത്. വെനിസ്വേലയിൽ ഇടപെട്ടതിലൂടെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം അവർ നീക്കം ചെയ്തു. അമേരിക്ക ഗ്രീൻലൻഡിന് മേൽ അവകാശം പറയുന്നതിന്റെ യുക്തി എന്താണ്? അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഗ്രീൻലൻഡ് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. ചൈന നിക്ഷേപം ഇറക്കാൻ ശ്രമിക്കുന്ന ഈ പ്രദേശം ഡെൻമാർക്കിനെ പോലെ സൈനികമായി ദുർബലമായ ഒരു രാജ്യത്തിന്റെ കൈവശം ഇരിക്കുന്നത് അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നു. അവിടെയാണ് അമേരിക്ക ലക്ഷ്യം കാണുന്നത്. തങ്ങളുടെ അയൽപക്കത്ത് സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും അമേരിക്ക മറികടക്കുമെന്ന് വെനിസ്വേലയിലെ നീക്കം തെളിയിച്ചു കഴിഞ്ഞു. ആ തന്ത്രത്തിന്റെ വടക്കേ അറ്റത്തെ അവസാന കണ്ണിയാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അമേരിക്കൻ സൈന്യം അവിടുത്തെ തലസ്ഥാനമായ നൂക്കിൽ വിമാനമിറങ്ങി വെടിവെപ്പ് നടത്തുമെന്നല്ല അർത്ഥം. മറിച്ച് ഹൈബ്രിഡ് വാർഫെയർ എന്ന തന്ത്രമാണ് അവർ ഇവിടെ പ്രയോഗിക്കുന്നത്. ഒന്നാമതായി സാമ്പത്തിക സമ്മർദ്ദം. ദ്വീപ് വിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ ഡെൻമാർക്കിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മേൽ 25% അധിക നികുതി ചുമത്തുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. രണ്ടാമതായി സൈനിക സാന്നിധ്യം. ഡെൻമാർക്കിന്റെ അനുവാദം പോലും ചോദിക്കാതെ ആർട്ടിക് പ്രതിരോധം എന്ന പേരിൽ അമേരിക്ക ഗ്രീൻലാൻഡിലെ വിമാനത്താവളങ്ങൾ നവീകരിക്കുകയും അത്യന്താധുനിക F-35 വിമാനങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തു. മൂന്നാമതായി രാഷ്ട്രീയ ഇടപെടൽ. ഗ്രീൻലാൻഡിന്റെ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിക്കാൻ അമേരിക്ക രഹസ്യമായി പണം ഒഴുക്കുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് 2026 ജനുവരിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ ഫണ്ടിംഗ് ഗ്രീൻലാൻഡ് നിരോധിച്ചു. ഗ്രീൻലാൻഡിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ ഒറ്റപ്പെട്ട സംഭവമായി കരുതുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് തെറ്റാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കാഴ്ചപ്പാടിൽ വടക്കുള്ള ആർട്ടിക്കും തെക്കുള്ള കരീബിയൻ ദ്വീപുകളും ഒരേ പ്രതിരോധ നിരയുടെ രണ്ടറ്റങ്ങൾ മാത്രമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2026 ജനുവരി 3 അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ മിന്നലാക്രമണത്തിലൂടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയിരുന്നു. എന്നാൽ ആ ദൗത്യം കഴിഞ്ഞിട്ടും അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. പകരം അവർ തങ്ങളുടെ നാവിക വ്യോമസേനകളെ വടക്കോട്ട്, അതായത് ഗ്രീൻലാൻഡിന് നേരെ തിരിക്കുകയാണ് ചെയ്തത്. ഡോൺറോ ഡോക്ട്രിൻ എന്നത് വെറും വാക്കല്ല, അതൊരു വലിയ സൈനിക നീക്കം കൂടിയാണ്. ഗ്രീൻലാൻഡിലെ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ അമേരിക്ക സജ്ജമാക്കിയിട്ടിരിക്കുന്ന പ്രധാന സന്നാഹങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആർട്ടിക് ഏഞ്ചൽസ് എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക വിഭാഗം. അതിശൈത്യത്തിൽ യുദ്ധം ചെയ്യാൻ പരിശീലനം ലഭിച്ച 1500 എലീറ്റ് സൈനികരെ അലാസ്കയിൽ എപ്പോഴും തയ്യാറായിരിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട്. മഞ്ഞ് വീഴ്ചയുള്ള ദുർഘടമായ സ്ഥലങ്ങളിൽ പോലും ഇവർക്ക് പാരച്യൂട്ട് വഴി ഇറങ്ങി പോരാടാൻ കഴിയും. 2026 ജനുവരി 19 പുറത്തു വന്ന വിവരമനുസരിച്ച് അത്യാധുനിക നിരീക്ഷണ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും പിറ്റുഫിക് ബേസിൽ എത്തിക്കഴിഞ്ഞു. ഡെൻമാർക്കുമായുള്ള ബന്ധം വഷളായ ഈ സാഹചര്യത്തിൽ ഗ്രീൻലാൻഡിന് മേൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. പെന്റഗൺ $25 ദശലക്ഷം ചിലവാക്കി ഗ്രീൻലാൻഡിലെ റൺവേകൾ നവീകരിച്ചു. വലിയ ചരക്ക് വിമാനങ്ങൾക്കും F-35 വിമാനങ്ങൾക്കും ഇറങ്ങാൻ പാകത്തിൽ ഈ ബേസിനെ അവർ മാറ്റിയിട്ടു. ഗ്രീൻലാൻഡ് തീരങ്ങളിൽ പട്രോളിംഗ് നടത്താൻ അമേരിക്കൻ ഫണ്ട് ഉപയോഗിച്ച് ഒരു പ്രത്യേക കോസ്റ്റ് ഗാർഡ് വിഭാഗത്തെ തന്നെ രൂപീകരിച്ചു. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ രണ്ട് പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്നത്? അതിന്റെ ലക്ഷ്യം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ തങ്ങളുടെ പൂർണ്ണ അധികാരം ഉറപ്പിക്കുക എന്നത് മാത്രമാണ്. വെനിസ്വേലയിൽ എണ്ണശേഖരം ഉറപ്പാക്കിയ അമേരിക്ക റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം അവിടെ നിന്നും തുടച്ചു നീക്കി. ഗ്രീൻലാൻഡിലും അവർ ലക്ഷ്യമിടുന്നത് ഇത് തന്നെയാണ്. തങ്ങളുടെ ഭൂഖണ്ഡത്തിന് ചുറ്റുമുള്ള നിർണായക വിഭവങ്ങൾ ശത്രു രാജ്യങ്ങളുടെ കൈകളിൽ എത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. വെനിസ്വേലയിൽ ചെയ്തതുപോലെ ദേശീയ സുരക്ഷ എന്ന പേരിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മറികടന്ന് ഏത് രാജ്യത്തിന്റെ പരമാധികാരത്തിലും ഇടപെടാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് അമേരിക്ക തെളിയിക്കുന്നു. കൊളംബിയയിലെ മയക്കുമരുന്ന് വിരുദ്ധ നീക്കങ്ങളെ വെനിസ്വേല ആക്രമിക്കാനുള്ള മറയാക്കി മാറ്റിയതുപോലെ ആർട്ടിക്കിലെ സാധാരണ സൈനിക അഭ്യാസങ്ങളെ ഗ്രീൻലാൻഡ് തുറമുഖങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരുക്കങ്ങളായി അമേരിക്ക മാറ്റുകയാണ്. അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് മുന്നിൽ യൂറോപ്പും വെറുതെ ഇരിക്കുന്നില്ല. തെക്കേ അമേരിക്കയിൽ അമേരിക്ക നടത്തിയ അതേ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ ഓപ്പറേഷൻ ആർട്ടിക് എൻഡ്യൂറൻസ് എന്ന പേരിൽ ഒരു പ്രതിരോധ സംവിധാനം ആരംഭിച്ചു. 2026 ജനുവരി 20 കണക്കനുസരിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി 200-ലധികം ഡാനിഷ് സൈനികർ ഗ്രീൻലാൻഡിലെ നൂക്കിലും കാങ്കർലുസുവക്കിലും തമ്പടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അധിനിവേശം തടയാൻ മാത്രം വലിയ സൈന്യമൊന്നുമല്ല. പക്ഷേ അമേരിക്ക അവിടെ എന്തെങ്കിലും സൈനിക നീക്കങ്ങൾ നടത്തിയാൽ അത് സ്വന്തം സഖ്യകക്ഷിയായ നാറ്റോ രാജ്യങ്ങളുടെ സൈനികർക്ക് നേരെ വെടിവെക്കുന്നതിന് തുല്യമാവും. അത്തരമൊരു സാഹചര്യം അമേരിക്ക പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കണക്കുകൂട്ടൽ. അമേരിക്ക ഗ്രീൻലാൻഡിന് വേണ്ടി കരുനീക്കങ്ങൾ നടത്തുമ്പോൾ വടക്കൻ ധ്രുവത്തിന് അപ്പുറത്ത് ആർട്ടിക്കിൽ ഇതിനോടകം തന്നെ ഒരു മഹാമതിൽ തീർത്ത മറ്റൊരു വൻശക്തിയുണ്ട്. അത് റഷ്യയാണ്. ആർട്ടിക് മേഖലയിലെ ഏറ്റവും കരുത്തരായ രാജ്യം റഷ്യ തന്നെയാണ്. തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ 30-ലധികം സൈനിക താവളങ്ങളും ലോകത്തിലെ ഏക ആണവോർജ ഐസ് ബ്രേക്കർ കപ്പലുകളുമായി റഷ്യ ഈ മേഖലയിൽ അമേരിക്കയേക്കാൾ 10 വർഷം മുന്നിലാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് പ്രദേശം വെറും ഒരു മഞ്ഞ് ഭൂമിയല്ല, മറിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയാണ്.
വടക്കൻ സമുദ്രപാതയിലൂടെയുള്ള കപ്പൽ യാത്രകൾ തങ്ങളുടെ ആഭ്യന്തര നിയന്ത്രണത്തിലാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഈ വഴിയിലൂടെ പോകുന്ന വിദേശ കപ്പലുകൾ റഷ്യയ്ക്ക് നികുതി നൽകണം. സ്യൂസ് കനാൽ വഴിയുള്ള യാത്രയേക്കാൾ 40% സമയം ഇതിലൂടെ ലാഭിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അമേരിക്ക ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് വെറും ധാതുക്കൾക്ക് വേണ്ടി മാത്രമല്ല. റഷ്യയുടെ ഈ പുതിയ വ്യാപാര പാതയുടെ അറ്റ്ലാന്റിക് കവാടം അടച്ചുപൂട്ടാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഗ്രീൻലാൻഡിന് മേൽ അധികാരം കിട്ടിയാൽ യുദ്ധസമയത്ത് റഷ്യയുടെ ആഗോള വ്യാപാരം പാടെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ റഷ്യൻ ഭരണകൂടം ഇതിനോടകം തന്നെ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിലെ റഷ്യയുടെ താൽപര്യങ്ങളെയും സുരക്ഷയെയും അവഗണിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് 2026 ജനുവരി 16 റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സഖറോവ് പ്രസ്താവിച്ചത്. എന്തായിരിക്കാം റഷ്യയുടെ പ്രതിരോധം? വടക്കൻ അറ്റ്ലാന്റിക്കിൽ റഷ്യ തങ്ങളുടെ രഹസ്യ കപ്പലുകളെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗ്രീൻലാൻഡിൽ അമേരിക്ക സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പോലും മറികടക്കാൻ ശേഷിയുള്ള കിൻസാൽ മിസൈലുകളും പൊസൈഡൻ അണ്ടർ വാട്ടർ ഡ്രോണുകളും റഷ്യ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി റഷ്യയും ചൈനയും തമ്മിൽ ആർട്ടിക്കിൽ വളർന്നു വരുന്ന ബന്ധമാണ്. ചൈന തങ്ങളെ ഒരു ആർട്ടിക് രാജ്യമായി പ്രഖ്യാപിക്കുകയും റഷ്യയുടെ ഐസ് ബ്രേക്കർ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും വലിയ തോതിൽ പണം മുടക്കുകയും ചെയ്തു. പകരമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കാൻ റഷ്യ ചൈനയെ സഹായിക്കുന്നു. 2026 ജനുവരി 12 വിവരമനുസരിച്ച് അലാസ്കയ്ക്കും കാനഡയ്ക്കും സമീപം റഷ്യൻ ചൈനീസ് കപ്പലുകൾ സംയുക്തമായി നിരീക്ഷണം നടത്തുന്നുവെന്ന് നാറ്റോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെനിസ്വേലയെ തങ്ങളുടെ താവളമാക്കാൻ ചൈനയും റഷ്യയും ശ്രമിച്ചത് തടഞ്ഞതുപോലെ ഗ്രീൻലാൻഡിലും അത്തരമൊരു നീക്കം നടക്കാതിരിക്കാനാണ് അമേരിക്ക ഇപ്പോൾ മുൻകൂട്ടി കരുനീക്കങ്ങൾ നടത്തുന്നത്. 2026 ലോകത്തിന്റെ ഭൂപടം മാറ്റി എഴുതപ്പെടുന്നത് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള ഇടങ്ങളിലാണ്. ഇങ്ങ് തെക്ക് വെനിസ്വേലയിലെ എണ്ണശേഖരം അമേരിക്ക ഉറപ്പാക്കുകയും അവിടെ നിന്ന് തങ്ങളുടെ ശത്രുക്കളായ റഷ്യയെയും ചൈനയെയും പുറത്താക്കുകയും ചെയ്തു. വടക്ക് ഭാവിയിലെ ഇന്ധനത്തിനും ആഗോള വ്യാപാര പാതകൾക്കും വേണ്ടിയുള്ള യുദ്ധം ഇപ്പോൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. ഗ്രീൻലാൻഡിനെ അമേരിക്ക വിലയ്ക്ക് വാങ്ങിയാലും ഇല്ലെങ്കിലും ആർട്ടിക് മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണം അവസാനിച്ചു എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. പകരം ഡോൺഡ്രോ ഡോക്ട്രിൻ എന്ന പുതിയ നയത്തിന്റെ കാലം തുടങ്ങിയിരിക്കുന്നു. 2026 ജനുവരി മാസം പകുതി കഴിയുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ലോകം ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാക്കാനുള്ള നീക്കം വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ മണ്ണ് വിട്ടുകൊടുക്കാൻ, സ്വന്തമാക്കാൻ ലോകത്തിലെ വമ്പൻ സമ്പദ് വ്യവസ്ഥകൾക്ക് മേൽ അമേരിക്ക വൻതോതിൽ നികുതി ചുമത്തുന്നത് ആഗോള വ്യാപാരത്തെ തന്നെ ഒരു ആയുധമാക്കുന്നതിന് തുല്യമാണ്. ഫെബ്രുവരി 1 ഡെൻമാർക്ക് അമേരിക്കയുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇത് കേവലം ഒരു വ്യാപാര യുദ്ധത്തിൽ ഒതുങ്ങാൻ സാധ്യതയില്ല. ഒരുപക്ഷെ നാറ്റോ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ ഇത് വഴിവെച്ചേക്കാം. 1945 ശേഷം ആദ്യമായി പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഈ ഗ്രീൻലാൻഡ് പ്രതിസന്ധിയെ നമുക്ക് നിഷ്പക്ഷമായി രണ്ട് രീതിയിൽ കാണാം. ഒന്നാമതായി യഥാർത്ഥ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് പ്രദേശം മറ്റൊരു തെക്കൻ ചൈന കടലാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തില്ല എങ്കിൽ ഭാവിയിൽ റഷ്യയും ചൈനയും തങ്ങളെ വളയുമെന്ന് അവർ ഭയപ്പെടുന്നു. ലോകത്തുള്ള വിഭവങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലത്ത് ഒരു വൻ ശക്തിയായി തുടരാൻ മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കേണ്ടതില്ല എന്ന് അമേരിക്ക കരുതുന്നു. രണ്ടാമതായി സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട്. ഗ്രീൻലാൻഡിലെ 57,000-ഓളം ജനങ്ങളെ സംബന്ധിച്ച് അവർ വെറും കളിപ്പാവകളോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന മണ്ണ് വിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ മാത്രം ഉള്ള ഒരു തോട്ടമോ അല്ല. അവർ തങ്ങളുടേതായ രാജ്യം പടുത്തുയർത്താൻ ശ്രമിക്കുന്നവരാണ്. അവരെ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെ കാണുന്നത് വഴി അന്താരാഷ്ട്ര നിയമങ്ങൾ അമേരിക്കയ്ക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം പാലിക്കപ്പെടാനുള്ളതാണെന്ന് അവർ സ്വയം ലോകത്തിനു മുമ്പിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക. കാലാവസ്ഥാ പഠനങ്ങൾ അനുസരിച്ച് ആർട്ടിക്കിലെ മഞ്ഞ് മുമ്പെങ്ങും ഇല്ലാത്തതിനേക്കാൾ വേഗത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ലോകശക്തികളുടെ പരുക്കൻ മുഖവും പുറത്തു വരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗ്രീൻലാൻഡ് ആര് ഭരിക്കും എന്നുള്ളത് മാത്രമല്ല ചോദ്യം. മഞ്ഞുരുകി മാറിക്കഴിയുന്ന ഈ ലോകത്ത് ഏതുതരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ്. ആ പുതിയ ചരിത്രമാണ് നമ്മളുടെ കൺമുമ്പിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2026 ഫെബ്രുവരി 1 എന്ന അവസാന തീയതിയും ഗ്രീൻലാൻഡിലെ യൂറോപ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യവും വരും ആഴ്ചകളിൽ ലോകത്ത് എന്തെല്ലാം നടക്കുമെന്ന് തീരുമാനിക്കപ്പെടും. ഗ്രീൻലാൻഡ് പ്രതിസന്ധിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അമേരിക്ക ഉന്നയിക്കുന്ന ഈ സുരക്ഷാവാദങ്ങൾ ന്യായമാണോ? അതോ ഈ പുതിയ കാല അധിനിവേശം അതിന്റെ പരിധികൾ എല്ലാം വിടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.